ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നതാണ് ഒരു നല്ല മനസ്സ്. നമ്മൾ ഈ നല്ല മനസ്സെന്ന് പറയുമ്പോൾ ഏതൊരു സന്ദർഭങ്ങളിലാണോ നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകേണ്ടത്, ആ ഇടപഴകേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ നമ്മുടെ മനസ്സ് നമുക്ക് തോന്നിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും മനസ്സ് പറയരുത് അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ. അതായത് നമുക്ക് ചെയ്തതിലൊരു റിഗ്രറ്റും ഉണ്ടാവരുത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്തത് മതി, അങ്ങനെ ആയാൽ പോലെ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എന്നൊരു തോന്നൽ വരരുത്, ഒരു ഇംപെർഫെക്ഷൻ തോന്നരുത്. ആ രീതിയിൽ നമ്മുടെ മനസ്സ് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ ജീവിതം നല്ല ജീവിതാവില്ലേ? ആവില്ലേ? പലപ്പോഴും നമ്മുടെ മനസ്സുണ്ടല്ലോ, അത് വേണ്ട സമയത്ത് പ്രതികരിക്കില്ല, വേണ്ടതുപോലെ പ്രതികരിക്കില്ല, വേണ്ടത് പ്രകടിപ്പിക്കില്ല, വേണ്ടതുപോലെ പ്രകടിപ്പിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചില മനസ്സിന്റെ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറയും. വേണ്ടത് വേണ്ട പോലെ ചെയ്യാതിരിക്കില്ല, ഷോർട്ട് സർക്യൂട്ട് പോലെ. അപ്പോഴാണ് നമുക്കിതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തോന്നുക, ഓ അവരോട് കുറച്ചുകൂടി സ്നേഹത്തിൽ സംസാരിക്കായിരുന്നു, അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ പെരുമാറായിരുന്നു, അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ പറയാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയരുതായിരുന്നു എന്നൊക്കെ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ തോന്നാറില്ലേ? ഇല്ലേ? അത് ആ സമയത്തിനനുസരിച്ച് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാത്തതും പ്രകടിപ്പിക്കാത്തതും പ്രതികരിക്കാത്തതിനല്ലേ കാരണം? അതിന് നമ്മുടെ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തിയെടുക്കാം? അപ്പൊ കപിലൻ പറയുന്നു നമ്മളോട്, മനസ്സിന് രണ്ട് അവസ്ഥകളിലേക്ക് പോകാൻ പറ്റും. ഒന്നതിന് പ്രകൃതിയിലേക്കും തിരിയാൻ പറ്റും, രണ്ടതിന് പുരുഷനിലേക്കും തിരിയാൻ പറ്റും. ഒരിക്കലൊരു രാജാവിന്റെ കൊട്ടാരത്തില് ഒരു നല്ലൊരു കാർപ്പൻട്രി വർക്ക് അറിയുന്ന, ആ നല്ലവണ്ണം ആശാരിപ്പണി അറിയുന്നൊരു ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കേവലം ആശാരിപ്പണി മാത്രമല്ല, കൊത്തുപണി, പല കലകളും അദ്ദേഹത്തിന് അറിയാം. അപ്പൊ രാജാവ് ഇദ്ദേഹത്തിനെ തന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുഖ്യനായിട്ട് വെച്ചു. ഇദ്ദേഹത്തിന്റെ കീഴിൽ ഒരു 19 ആൾക്കാരുണ്ട്. പലതും കൊത്തുപണികൾ അറിയുന്നവര്, കൽപ്പണിക്കാര്, തേപ്പ് പണിക്കാര്, ആശാരിപ്പണിക്കാര്, എല്ലാവരും ഉണ്ട്. അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിലെ മിക്ക ഭാഗങ്ങളും, കൊട്ടാരങ്ങളും ഒക്കെ നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. സാധന സാമഗ്രികളൊക്കെ നല്ല കുത്തുപണിയോടുകൂടി എല്ലാം ചെയ്യും. ഇദ്ദേഹത്തിന് ഭാര്യയും 5 മക്കളും ഉണ്ട്. അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ കാലം മുന്നോട്ട് പോയി, കുട്ടികളാവാൻ തുടങ്ങി. അപ്പൊ ഒരിക്കൽ ഭാര്യ പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് ഒരു 10-70 വയസ്സായി, കുട്ടികളുടെയൊക്കെ പേരക്കുട്ടികൾ പോലും വളർന്നു വലുതായി, ഇനി നിങ്ങൾ എന്തിനാ അധ്വാനിക്കുന്നത്? വിശ്രമ ജീവിതം നയിക്കൂ, മതി. രാജാവിനോട് പറയൂ, ഇനി നമുക്ക് പേരക്കുട്ടികളുടെ കൂടെ കുറച്ചു കാലം സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ? കുട്ടികളെ തന്നെ നമ്മൾ വേണ്ട രീതിയിലൊന്നും അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല, പണി എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയായിരുന്നില്ലേ? അതോടെ മതി, സ്വസ്ഥമായിട്ട് ജീവിക്കാം. രാജാവിനോട് പറയൂ റിട്ടയർമെന്റ് തരാൻ. ഇദ്ദേഹം കൊട്ടാരത്തിലെത്തി മഹാരാജാവിനെ നമസ്കരിച്ചു. രാജൻ, ഇത്രയും കാലം ഞാൻ കൊട്ടാരത്തിന് വേണ്ടി ജീവിച്ചു, അങ്ങയ്ക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തു, ഇനി അടിയനെ ഒന്ന് വിശ്രമ ജീവിതത്തിന് സമ്മതിക്കണം, മതി എനിക്ക്. അങ്ങ് ധാരാളം സമ്പത്ത് തന്നിട്ടുണ്ട്, അങ്ങ് ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്റെ കുട്ടികളെയൊക്കെ നല്ല നിലയ്ക്ക് എനിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ സാധിച്ചത് അവിടുത്തെ ഒരു അനുഗ്രഹം കൊണ്ടാണ്, ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഇനി അടിയനെ പിടിച്ചു വെക്കരുത്, കുറച്ച് വിശ്രമ ജീവിതം നയിക്കാൻ അടിയനെ അനുവദിക്കണം. രാജാവ് അവിടെ ഇരുത്തി പ്രത്യേകം അദ്ദേഹത്തിന് കാപ്പിയും പലഹാരമൊക്കെ കൊടുത്തു. പറഞ്ഞു, എനിക്കൊരു അവസാനത്തെ ഒരു ആഗ്രഹമുണ്ട്, അങ്ങ് അത് നിഷേധിക്കരുത്. എന്നിട്ട് അദ്ദേഹത്തിനെയും കൊണ്ട് അവിടുന്ന് പുറപ്പെട്ട് ഒരു പുഴയുടെ തീരത്ത്, ഒരു ഭാഗത്ത് കാട്, ഒരു ഭാഗത്ത് വയലുകൾ, ഒരു ഭാഗത്ത് പുഴ, ഈ സ്ഥലത്ത് എനിക്കൊരു കൊട്ടാരം പണിയണം, എനിക്കും ഇതുപോലെ വിശ്രമ ജീവിതം നയിക്കാൻ ഒരു കൊട്ടാരം വേണം, അങ്ങത് എനിക്ക് പണിത് തരണം. അത് കേട്ടപ്പോഴേ ഇദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു, വൃത്തികെട്ട രാജൻ, ഒരു വിശ്രമ ജീവിതം നയിക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇയാൾ സമ്മതിക്കില്ലേ? ഇനി എന്റെ ശവത്തിന്റെ മുകളിൽ കെട്ടണം ഇയാളെ കൊട്ടാരം, ഞാൻ ചത്താലേ ഇയാൾക്ക് സമാധാനം കിട്ടുള്ളൂ തോന്നുന്നു, ഒന്നുകിൽ ഇയാൾ ചാവണം അല്ലെങ്കിൽ ഞാൻ ചാവണം എന്നിങ്ങനെ മനസ്സിൽ അദ്ദേഹം ശപിച്ചുകൊണ്ട് രാജാവിനോട് പറയാൻ പറ്റുമോ? രാജാവ് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. രാജാവ് പറഞ്ഞു, അങ്ങ് നിഷേധിക്കരുത്, അങ്ങ് സമ്മതിക്കണമെന്ന്. ചെറിയ കൊട്ടാരം മതി, ഒഴിവുകാലം ആസ്വദിക്കാനുള്ള ഒരു കൊട്ടാരം. എന്നിട്ട് അദ്ദേഹത്തിന് മന്ത്രിയുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, എത്ര മരങ്ങൾ എവിടുന്ന് വേണമെങ്കിലും മുറിക്കാനും ഏത് സാധനങ്ങൾ എടുക്കാനും സമ്മതം കൊടുക്കുമെന്ന്, ഒന്നും തടസ്സപ്പെടുത്തരുത്, ചോദ്യം ചെയ്യരുത്, അങ്ങ് പണിതോളൂ. അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ രാജാവ് തന്നെ കൊടുത്തു. ഒരു സാവകാശമൊക്കെ പണിതാ മതി എന്നാ പറഞ്ഞത്.
പക്ഷെ ഇദ്ദേഹത്തിനുണ്ടല്ലോ വെറുപ്പോടുകൂടി, മടുപ്പോടുകൂടി, ശാപിച്ചുകൊണ്ട് അദ്ദേഹം ആ കൊട്ടാരം, ചെറിയൊരു കൊട്ടാരം 3 മാസം കൊണ്ട് പണിത് ഒപ്പിച്ചു. നല്ല തേക്കൊക്കെ എടുക്കാം, പക്ഷെ ഒന്നും എടുത്തില്ല, ഒപ്പിച്ചുണ്ടാക്കി അദ്ദേഹം. അങ്ങനെ ഒപ്പിച്ചിട്ടുണ്ടാക്കി 3 മാസം കൊണ്ട് പണി കഴിഞ്ഞ് രാജാവിനെ കണ്ടു. രാജാവ് അതുവരെ കാണാൻ വന്നിട്ടില്ല. രാജൻ പണി കഴിഞ്ഞിരിക്കുന്നു, താക്കോൽ അങ്ങേ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ രാജാവ് പറഞ്ഞു, എനിക്ക് ആ കൊട്ടാരം കാണണം, കണ്ടിട്ടില്ലല്ലോ. രാജാവ് അവിടുന്ന് പുറപ്പെട്ടു. കൊട്ടാരത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു, ചെറിയ ചെറിയ മുറികളൊക്കെയാണ്. പറഞ്ഞു, ഇതാണ്. അപ്പൊ രാജാവ് ചോദിച്ചു, ഇത്രയൊക്കെ എന്തിനാ ചെറുതുണ്ടാക്കി, കുറച്ചുകൂടിയൊക്കെ വലുതുണ്ടാക്കായിരുന്നില്ലേ? നല്ല സാധനങ്ങൾ ഉപയോഗിക്കായിരുന്നില്ല? എനിക്ക് തോന്നുന്നു അങ്ങ് വേണ്ടത്ര തേക്കൊന്നും മുറിച്ചെടുത്തില്ല തോന്നുന്നു. അങ്ങേക്ക് കുറേ കൂടി കൊത്തുപണികൾ ചെയ്യായിരുന്നില്ലേ? എന്താ അങ്ങ് കുറച്ചൊരു ഒപ്പിച്ചുവോ? മടുപ്പോടുകൂടിയിട്ട് ചെയ്തുവോ? ഇല്ല രാജൻ, എന്റെ കഴിവിനനുസരിച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും രാജാവ് എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് എല്ലാവരുടെ മുന്നിലും വെച്ച് പറയാണ്, ഇത്രയും കാലം എനിക്ക് മഹത്തായൊരു സേവനം ചെയ്ത ഈ മഹാത്മാവിന് ഞാൻ വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് എന്റെ വകയായി സമ്മാനിക്കുന്നത് ഈ കൊട്ടാരത്തെയാണ്. അത് കേട്ടതും മൂപ്പിലാൻ ബോധം കിട്ടുന്നു. രാജാവ് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ചു, ചാടി എണീറ്റു. രാജൻ, ഇത് മുമ്പ് പറഞ്ഞിരുന്നു എങ്കിൽ എത്ര നല്ലൊരു കൊട്ടാരം ഞാൻ പണിയുമായിരുന്നു. എന്തുപറ്റി? സത്യം പറയാലോ രാജൻ, ഞാൻ മടുത്തുകൊണ്ടും വെറുത്തുകൊണ്ടും ശപിച്ചുകൊണ്ടും നിർമ്മിച്ചതാണത്. അങ്ങത് എനിക്ക് തരുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. വലിയൊരു അപരാധം പറ്റി രാജന്. ഒന്ന് ഞാൻ മനസ്സിലാക്കി രാജൻ, എന്റെ ജീവിതത്തിൽ വലിയൊരു പാഠം ഞാൻ പഠിച്ചു. എത്ര നമ്മൾ വെറുത്തുകൊണ്ടും മടുപ്പുകൊണ്ടും ശപിച്ചുകൊണ്ടും ജീവിക്കുന്നോ അത്ര കണ്ട് നമ്മൾ നാളെ ദുഃഖിക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്നൊരു പക്ഷേ നമുക്ക് കുറച്ചൊരു സമാധാനം കിട്ടിയേക്കാം, പക്ഷെ നാളെ നമ്മൾ അതിലൊക്കെ ദുഃഖിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യം എന്താന്ന് വെച്ചാൽ, ലൈഫ് എക്സിസ്റ്റ് ഇൻ ദ പ്രസന്റ് എന്നാണ്, നോട്ട് ഇൻ ദ ഫ്യൂച്ചർ. ലൈഫ് എക്സിസ്റ്റ് ഇൻ ദ പ്രസന്റ്. ഇഫ് യു സ്പോയിൽ യുവർ പ്രസന്റ്, യു സ്പോയിൽ യുവർ ലൈഫ്. ഇതാണ് അതിന്റെ ശാസ്ത്രീയത. അപ്പം മനസ്സിനെ നമ്മൾ എവിടെ പിടിച്ചു നിർത്തണം? ഈ പ്രസന്റിൽ പിടിച്ചു നിർത്തുക. എന്താ പ്രസന്റിൽ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിനെ നമ്മൾ മറ്റു ചിന്തകളിൽ നിന്നും കഴിയുന്നത്ര മാറ്റി നിർത്തണം. മനസ്സിനെ ഫ്രഷാക്കി വെക്കണം. അങ്ങനെ മനസ്സ് ഫ്രഷാണെങ്കിലല്ലോ അതിൽ നിന്ന് വരുന്ന സൃഷ്ടിയും ഫ്രഷായിരിക്കും, ശ്രേഷ്ഠമായിരിക്കും. ഏത് ഭാവയതി തത് ഭവതി. ഏത് നിങ്ങൾ ഭാവിക്കുന്നോ അത് സംഭവിച്ചിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും വിഷമം വിചാരിച്ചു നോക്കൂ, അത് തന്നെ സംഭവിക്കും. വെറുതെ നിങ്ങൾ വിചാരിച്ചു നോക്കൂ, എനിക്ക് അസുഖമാണ്, നിങ്ങൾക്ക് അസുഖം വന്നിരിക്കും. നിങ്ങളിങ്ങനെ ഭാവന ചെയ്തു നോക്കൂ, രാവിലെ എണീറ്റ് കുറച്ചു നേരം എനിക്കൊരു അസുഖമില്ല, നിങ്ങൾക്കൊരു അസുഖം ഉണ്ടാവില്ല. വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിക്കൂ, അസുഖം എന്ന് പറയുന്നത് ശരീരത്തിനുണ്ടായിരിക്കാം. അസുഖം ശരീരത്തിനുണ്ടായിരിക്കാം. നിങ്ങൾ ശ്വസിക്കുന്ന വായുവിന് ഓക്സിജൻ അസുഖമുണ്ടോ? ഒരു ശരീരത്തിന്റെ അസുഖവും ആരെ ബാധിക്കുന്നില്ല? ശ്വസിക്കുന്ന വായുവിനെ. ഉണ്ടോ? എന്നാൽ നമ്മുടെ ജീവിതം നിലനിർത്താൻ ആരുകൂടി വേണം? വായുവും കൂടെ വേണം. തീർച്ചയല്ലേ? ഇനി നിങ്ങളുടെ ശരീരത്തിൽ എന്ത് അസുഖം ഉണ്ടെങ്കിലും ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തെയും അത് ബാധിക്കുന്നുണ്ടോ? ചെറിയൊരംശത്തെ ബാധിക്കുന്നുണ്ടായിരിക്കാം, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ ചെറിയ ഭാഗത്തെ ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വായുവിനെ ബാധിക്കാത്തത്. ഇനി ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കൂ, നമ്മുടെ ചിന്തകൾക്ക് ആ രോഗങ്ങളുണ്ടോ? ഉണ്ടോ? ശരീരത്തിന് ക്യാൻസർ ആയാലും ശരീരത്തിന് എന്തെല്ലാം രോഗങ്ങളായാലും അത് മനസ്സിനുണ്ടായിരിക്കുമോ? ഇന്നേ വരെ മനസ്സിന് രോഗമുണ്ടെന്ന് തെളിയിക്കാൻ ഒരു ഡോക്ടർമാർക്കും സാധിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സുകൊണ്ട് എനിക്കൊരു രോഗിയാണെന്ന് ഉറപ്പിക്കാം. മനസ്സുകൊണ്ട് എനിക്കൊരു വിഷമമുള്ളവനാണെന്ന് ചിന്തിക്കാം. മനസ്സുകൊണ്ട് ഞാനൊരു പരാജിതനാണെന്ന് ചിന്തിക്കാം. ഏത് ഭാവയതി തത് ഭവതി. ഏത് നിങ്ങൾ ഭാവിക്കുന്നോ അത് സംഭവിച്ചിരിക്കും. എന്നാൽ നിങ്ങൾ രാവിലെ തന്നെ കുറച്ചു നേരം മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ചിന്തിക്കുകയാണ്, എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, ഞാൻ വളരെ ഫ്രഷാണ്. നിങ്ങൾ വളരെ ഫ്രഷായിരിക്കും. അപ്രകാരം നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കണം. അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് പ്രകൃതി പുരുഷനെക്കുറിച്ചുള്ള അറിവ്. നാം എന്ന് പറയുന്നത് ഒരു വശത്ത് പ്രകൃതിയും ഒരു വശത്ത് പുരുഷനുമാണ്. നമ്മുടെ
പുറം ഭാഗം പ്രകൃതിയാണ്, നമ്മുടെ അകംഭാവം പുരുഷനാണ്. വാൽമീകി മഹർഷിയെ പോലെയാണ് നമ്മൾ. അദ്ദേഹം തപസ് ചെയ്ത് ശരീരം മുഴുവൻ പുറ്റുകൊണ്ട് മൂടി, മൺപുറ്റുകൊണ്ട്. അപ്പൊ മൺപുറ്റിൽ നിന്ന് പുറത്തെടുത്തത് കൊണ്ടാണ് അത്രേ അദ്ദേഹത്തിന് വാൽമീകി എന്നുള്ളത്. ഇത് നമ്മുടെ കാര്യം തന്നെയാ പറയുന്നത്. സപ്തർഷികൾ ആ വഴിക്ക് വരുന്ന സമയത്ത് മൺപുറ്റിന്റെ ഉള്ളിൽ നിന്നും രാമ 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 എന്നുള്ള ധ്വനി കേട്ടു. ഇതുപോലെ നമ്മുടെ ശരീരവും ഒരു മൺപുറ്റ് തന്നെയാണ്. ഈ ശരീരം തന്നെയാണ് മൺപുറ്റ്. അതുകൊണ്ടായിരിക്കാം ജീസസ് പറഞ്ഞത്, മനുഷ്യ നീ വന്നിരിക്കുന്നത് നീ മണ്ണിൽ നിന്നാണ്. ഇതൊരു മൺപുറ്റാണ്. എന്നാൽ ഈ മൺപുറ്റിന്റെ ഉള്ളിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം. ഈ ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയിൽ നിന്നും ആരിലേക്ക് ശ്രദ്ധ തിരിക്കാം? ഇതാണ് നമ്മുടെ വേദത്തിന്റെ മൊത്തം സാരം ഇതാണ്. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർക്ക് അവസാനം പറയാനുള്ളത് ഇതേയുള്ളൂ: അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. നോക്കൂ, രണ്ടു ഭാഗങ്ങളില്ലേ? ഒന്ന് തമസ്, മറ്റൊന്ന് അസത്ത് സത്ത്. തമസ് ജ്യോതി, മൃത്യു അമൃതം. രണ്ട് സെറ്റില്ലേ? ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അസത്ത് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അസത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതി, സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പുരുഷൻ, തമസ് എന്ന് പറഞ്ഞാൽ പ്രകൃതി, പ്രകാശം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പുരുഷൻ. മരണമുള്ളത് പ്രകൃതി, മരണമില്ലാത്തത് പുരുഷൻ. ഇതാണ് ഋഷീശ്വരന്മാർക്ക് പറയാനുള്ളതെങ്കിൽ ഇത് നമ്മൾ നല്ലവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ തിരിക്കണം. അപ്പോൾ ഒരു അമ്മയുടെ ചോദ്യം ഇതാണ്: ശരി പുത്ര, എങ്ങനെയാണ് മനസ്സിന്റെ ശ്രദ്ധ ഞാൻ പ്രകൃതിയിൽ നിന്നും ആരേക്ക് തിരിക്കണം? പുരുഷനിലേക്ക് തിരിക്കേണ്ടത്? അതിന് 28ാമത്തെ അധ്യായം കപിലൻ പറഞ്ഞു തുടങ്ങണം. ചോദ്യം എന്താണ്? എങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിന്റെ ശ്രദ്ധ പ്രകൃതിയിൽ നിന്നും പുരുഷനിലേക്ക് തിരിക്കേണ്ടത്? ശ്രീ ഭഗവാനുവാച: യോഗസ്യ ലക്ഷണം വക്ഷേ സബീജസ്യ നപാത്മജേ മനോയേനൈവ വിധിനാ പ്രസന്നം യാതി സൽപഥം സ്വധർമാചരണം ശക്തിയാം വിധർമാശ്ച നിവർത്തനം ദൈവാലബ്ധേന സന്തോഷാം ആത്മവിച്ചരണാർച്ചനം ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ചാം മോക്ഷധർമ്മരതിസ്ഥതാം മിതമേധ്യാദനം ശശ്വൽ വിവിക്തക്ഷേമസേവനം. ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ആദ്യം തന്നെ പറയുന്നത് മനോ ഏന വിധിന. ശ്രദ്ധിക്കണേ, പറയുന്നത് മനസ്സ് ഏത് വിധിയിലൂടെ പ്രസന്നം യാതി സൽപദം, പ്രസന്നമായിരിക്കുന്ന പദത്തിലേക്ക് എങ്ങനെയാണ് മനസ്സിനെ എപ്രകാരമാണ് നയിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതിലാദ്യത്തേത് സ്വധർമാചരണം. എന്താ വേണ്ടത്? സ്വധർമ്മം ആചരിക്കലാണ്. നമ്മൾ ഈ സ്വധർമ്മം എന്നുള്ള വാക്കിനുണ്ടല്ലോ വളരെ ഒരു അപകടം പിടിച്ച അർത്ഥങ്ങളൊക്കെയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹിന്ദുമതത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ഉദാഹരണത്തിന് ശ്രീരാമസ്വാമി, അദ്ദേഹത്തെക്കുറിച്ച് രാമായണത്തിൽ പറയുന്നൊരു വാക്കുണ്ട്: രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമൂർത്തിയാണ്. ഞാൻ പറയുന്നത് വാൽമീകി രാമായണം. അങ്ങനെ ശ്രീരാമസ്വാമി ധർമ്മത്തിന്റെ വിഗ്രഹമൂർത്തിയാണെങ്കിൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. ഒന്നാമത്തെ ചോദ്യം: അച്ഛൻ തളർന്നു കിടക്കുന്ന സമയത്ത് ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോകുന്നു. ലക്ഷ്മണനെയും വിളിച്ചിട്ടാണ് പോകുന്നത്, അല്ലെ? വീട്ടില് ഭരതനുമില്ല, ശത്രുഘ്നനുമില്ല. ഭരതനും ശത്രുഘ്നനും ഇല്ലാത്ത സമയത്ത് അച്ഛനെ നോക്കാൻ ലക്ഷ്മണനെ അനുവദിക്കേണ്ടതല്ലേ രാമൻ? ആണോ അല്ലയോ? അപ്പൊ രാമൻ ധർമ്മമാണോ ചെയ്തത്? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടാവില്ലേ? പോട്ടെ. രണ്ടാമത്തത്, ശ്രീരാമസ്വാമി എന്തെല്ലാം ആരൊക്കെ ഏതൊക്കെ വിധത്തിൽ ന്യായീകരിച്ചാലും ബാലിയെ കൊന്നതിന്റെ പിന്നിൽ ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. ശ്രീരാമസ്വാമി പറയുന്നത് അനുജന്റെ ഭാര്യയെ പ്രാപിച്ചതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലുന്നതെന്ന് പറയുകയാണെങ്കിൽ വളരെ രസകരമായി ബാലി ചോദിക്കേണ്ടത്, മൃഗങ്ങൾക്ക് മനുഷ്യരുടെ ധർമ്മം നോക്കേണ്ടതുണ്ടോ എന്ന്. മൃഗങ്ങൾക്കൊരിക്കലും മനുഷ്യരുടെ ധർമ്മം നോക്കണമെന്നില്ല.
ശരി, ബാലിയെ കൊന്നത് ധർമ്മമാണെങ്കിൽ പിന്നീട് ബാലിയുടെ പുത്രനായ അംഗദൻ പറയുന്നുണ്ട് ഒരു സന്ദർഭത്തില്, എന്റെ അമ്മയെയും പ്രാപിച്ചു ജീവിക്കുന്നു ആര്? സുഗ്രീവെന്ന്. ധർമ്മമാചരിച്ച രാമൻ ആരെയും കൊല്ലണം? സുഗ്രീവനെയും കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെ കാട്ടിലേക്ക് ഉപേക്ഷിക്കുന്നത് ധർമ്മമായിട്ട് നിങ്ങൾ സമ്മതിക്കുമോ? എന്നിട്ട് ആ കുട്ടികളെ കാണാൻ ശ്രീരാമസ്വാമി പോയത് ഞാൻ വായിച്ചിട്ടില്ല. പ്രസവിച്ചതിന് ശേഷം എന്നാ 2 കുട്ടികൾ എന്റെയാണ്, എന്റെ ബീജത്തിൽ നിന്ന് വന്നതാണ്, ഒന്ന് പോയി കാണേണ്ടതാണ്. രാമൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ധർമ്മം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് അവിടെയൊന്നും കാണാൻ സാധിക്കില്ല. ഇനി ധർമ്മയുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ധർമ്മമാണോ ചെയ്തത്? ഗുരുവിനെ കൊന്നത് ധർമ്മമല്ല. ഇങ്ങനെ ഓരോന്ന് നോക്കിയാലും നമുക്ക് ധർമ്മത്തിന് വ്യാഖ്യാനം മനസ്സിലാവില്ല. അതുകൊണ്ട് ആധ്യാത്മിക ദൃഷ്ടിയിലൂടെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആധ്യാത്മികമായി സ്വധർമ്മം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണ ഈ വാക്കിനർത്ഥം സ്വധർമ്മം. സ്വ എന്നുള്ള ശബ്ദത്തിന് ഇവിടെ മനസ്സ് എന്നാണ് അർത്ഥം. അതിന്റെ ധർമ്മം എന്താന്ന് വെച്ചാൽ എവിടെ നിന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അവിടേക്ക് മനസ്സിനെ എത്തിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം. അതിലും വലിയ ധർമ്മം വേറെയില്ല. കാരണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടില്ല എങ്കിൽ, ബാക്കി ധർമ്മങ്ങളൊക്കെ നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ളൂ എങ്കിൽ, പ്രകൃതിയുടെ നിയമപ്രകാരം എവിടെ നിന്ന് പുറപ്പെട്ടുവോ അതവിടെ എത്തിച്ചേരുന്നത് വരെ അതിന് വീണ്ടും 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 ചലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മനസ്സ് ഇനി എത്ര ജന്മം എടുക്കണമെന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ഈശ്വരനൊന്നുമല്ല. നിങ്ങളുടെ മനസ്സ് ഇനി എത്ര ജന്മങ്ങൾ എടുക്കണം എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എങ്ങനെ നിങ്ങൾ നയിക്കുന്നുവെന്നാണ്. ഒരു പുഴ കടലിൽ എത്തിച്ചേരുന്നത് വരെ അതിനൊഴുകേണ്ടതുണ്ട്. ഒരു കല്ല് ആകാശത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയിലെത്തുന്നത് വരെ അതിന് ചലിക്കേണ്ടതുണ്ട്. നിങ്ങളിവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നത് വരെ നടന്നോ യാത്ര ചെയ്തോ പോവേണ്ടതുണ്ട്. നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്വസ്ഥമാകുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ എത്തിച്ചേരുന്നത് വരെ അതിനിയും പ്രയാണമുണ്ട് എന്ന്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം ഏതാണ്? ഭഗവാനിൽ നിന്നും പുറപ്പെട്ട മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കലാണ്. ഇതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാജസ്ഥാനിലെ രാജാവിന്റെ പത്നിയായിരുന്നു മീരാബായി. അന്ന് ഉത്തരേന്ത്യയിൽ ഏറ്റവും പ്രഭാവമുള്ള രാജകുടുംബമായിരുന്നു രാജസ്ഥാൻ രാജാവിന്റെ കുടുംബം. ഇന്ന് നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഡൽഹിയിലുള്ള പഴയ കെട്ടിടങ്ങള്, വൃന്ദാവനത്തിലുള്ള മധുരയിലുള്ള കെട്ടിടങ്ങളൊക്കെ പണിയിച്ചത് രാജസ്ഥാനിലെ രാജാക്കന്മാരാണ്. ഇപ്പൊ രാജസ്ഥാൻ രാജാവിന്റെ ഭാര്യയായ മീരാദേവി കല്യാണം കഴിഞ്ഞ് കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുള്ള വികാരങ്ങളൊന്നും തൃപ്തിപ്പെടുത്താൻ സാധ്യല്ല, നിങ്ങളല്ല എന്റെ ഭർത്താവ്. പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ പിതാവ് എനിക്ക് കല്യാണം കഴിച്ചു എന്നിട്ട് നീ എന്റെ ഭാര്യയല്ലാന്നോ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല, നിങ്ങൾ എന്റെ ഭർത്താവുമല്ല. എന്റെ ഭർത്താവ് എന്റെ കണ്ണനാണ്, കൃഷ്ണനാണ്. കൃഷ്ണനിലുപരി എനിക്ക് ആരുമില്ല. എന്നെ നിങ്ങൾ പിടിച്ചു നിർത്തരുത് എന്ന് പറഞ്ഞു. നീ എന്താ പറയുന്നത് എന്ന്? എനിക്കിവിടെ ജീവിക്കാൻ മോഹല്യാണ്. നീ എന്റെ ഭാര്യയാണ്, നീ എന്റെ കാമങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടവളാണ്. നീ അകത്തുപോയി നിന്റെ കാര്യങ്ങൾ ചെയ്യൂന്ന്, എന്നോട് പ്രസംഗിക്കരുതെന്ന്. അന്ന് രാത്രിക്ക് രാത്രി അവർ സ്ഥലം വിടുകയാണ്, കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. സ്വന്തം ഭർത്താവിനെ നോക്കേണ്ട ഭാര്യയെ ഇറങ്ങിപ്പോവാണ്. പാറാവുകാർ കണ്ടു പിടിച്ചു. രാജാവ് വന്നു, നീ എങ്ങോട്ടാ പോകുന്നത് എന്ന്. എനിക്ക് എന്റെ കൃഷ്ണന്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾ എന്നെ തടുത്താൽ ഈ നിമിഷം ഞാൻ എന്റെ ശരീരം ഉപേക്ഷിക്കും. നിങ്ങൾക്ക് ശവം കിട്ടും, എന്നെ നിങ്ങൾക്ക് കിട്ടില്ല. പറഞ്ഞു, നീ ഉടുത്ത വസ്ത്രം, നീ അണിഞ്ഞ ആഭരണം, എന്റെ സാധനം ധരിച്ചുകൊണ്ട് നീ എന്റെ നേരെ ധിക്കാരത്തോടുകൂടി പറയേ. മീരാഭായിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അവർ ഉടുത്ത സാരി അഴിച്ചു കൊടുത്തു എന്നാ പറഞ്ഞു. ആഭരണങ്ങൾ അഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങളുടേതുള്ളൂ എന്ന്. അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ അവർക്ക് സാധിച്ചു എന്നാണ്. അവർ വൃന്ദാവനത്തിലെത്തി. അന്ന് വൃന്ദാവനത്തില് ചൈതന്യ മഹാപ്രഭുവിന് 6 ശിഷ്യന്മാരാണ്. രൂപ് ഗോസ്വാമി തുടങ്ങിയിട്ടുള്ള ഗോസ്വാമിമാർ 6 പേരുണ്ട്. അന്ന് അവിടെ പ്രഗത്ഭനായിരുന്ന ആളായിരുന്നു ജീവ ഗോസ്വാമി. നിങ്ങൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ അവിടെ മദൻ മോഹൻ ടെമ്പിൾ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അവിടെയായിരുന്നു അദ്ദേഹം തപസ് ചെയ്തിരുന്നത്. അവിടെ ഈ ജീവ ഗോസ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് മീരാഭായി വരികയാണ്. അങ്ങനെ ചെന്നു.
അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, മീരാഭായി വന്നിരിക്കുന്നു, എനിക്ക് ആ മഹാത്മാവിന്റെ ദർശനം വേണം, അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നൊന്ന് പറയൂ. ജീവഗോസ്വാമിയെ ചെന്ന് അറിയിച്ചു. ഉടനെ ജീവഗോസ്വാമി പറയാണ്, ഞാൻ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കാറില്ല, സ്ത്രീകളെ കാണാൻ എനിക്ക് ആഗ്രഹവുമില്ല, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്കൂ. ഇത് കേട്ടതും ആ ശിഷ്യൻ ചെന്ന് പറഞ്ഞപ്പോ മീരാഭായി പറയണ, ഹോ അതിശയം തന്നെ, ഞാൻ വിചാരിച്ചു, ഞാൻ മനസ്സിലാക്കിയത് വൃന്ദാവനത്തിൽ ഒരു കൃഷ്ണനേ ഉള്ളൂ, ബാക്കിയൊക്കെ ഗോപികമാരാണ്. ഇതെങ്ങനെ ഇവിടെ രണ്ട് കൃഷ്ണന്മാർ വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൃഷ്ണനും ഒരു ജീവനും ഇവിടെ വരേ, അതിശയം വരണോ? ഇവിടെ ഒരു കൃഷ്ണനും ബാക്കിയെല്ലാം ഗോപികമാരും അല്ലേ, ഇതെങ്ങനെ ഒരു ജീവൻ ഇവിടെ കയറി വന്നു എന്ന്. ഇത് ജീവഗോസ്വാമി കേട്ടു എന്നാണ്. ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്നാണ് മീരാഭായിയുടെ. ആ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയെന്ന്. ഇവിടെ ഒരു കൃഷ്ണനേ ഉള്ളൂ, ബാക്കിയെല്ലാം ഗോപികമാരാണെന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ കൃഷ്ണൻ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാവുന്നത് എല്ലാവരിലും ഇരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് കൃഷ്ണനെങ്കിൽ എത്ര കൃഷ്ണനുണ്ട് ഇവിടെ? ഒരു കൃഷ്ണനേ ഉള്ളൂ, ബാക്കിയെല്ലാം ഗോപികമാര് തന്നെയാണ്, പ്രകൃതി തന്നെയാണ്, ഭഗവാന്റെ ഗോപികമാര് തന്നെയാണ്. ആ മീരാഭായി പിന്നീട് അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്, വൃന്ദാവനത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ കാലശേഷം ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ചെന്നു എന്നാണ്. അവിടെ ചെന്ന് മീരാഭായി തൊഴുതുകൊണ്ട് ഭഗവാന്റെ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഹൃദയമൊരുകിക്കൊണ്ട് അങ്ങനെ തന്റെ കീർത്തനങ്ങൾ ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ പൂജ ചെയ്തിരുന്ന ഗോസ്വാമി നോക്കുമ്പോണ്ട് ആ വിഗ്രഹത്തിൽ നിന്നും തേജസ് മീരാഭായിയുടെ കൂടെ പോകുന്നത് എന്ന്. ബാങ്കി ബിഹാരി ക്ഷേത്രം എന്ന് പറയും, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ബാങ്കി ബിഹാരി ക്ഷേത്രം. അപ്പോഴേക്കും അദ്ദേഹം ഓടി വന്ന് വാതിലടച്ചു എന്നാണ്. ആ വാതിലടച്ച് ഭഗവാന്റെ ആ ഇറങ്ങിപ്പോക്ക് തടസ്സപ്പെടുത്തി എന്നാണ്. ഇന്നും നിങ്ങൾ പോയി നോക്കൂ, 2009 ആ ബാങ്കി ബിഹാരി ക്ഷേത്രത്തിൽ പോയാൽ തൊഴുമ്പുഴയ്ക്ക് അവിടുത്തെ ഗോസ്വാമിമാര് കർത്തനിടും. അതായത് ഒരു ഭക്തൻ ഹൃദയമൊരുക്കി വിളിച്ചു കഴിഞ്ഞാൽ ആ ഭക്തന്റെ കൂടെ ഭഗവാന്റെ ആ ചൈതന്യം പോകുന്നതാണ് എപ്പോഴും അവരുടെ ഒരു വിശ്വാസം. അത്രയും ഭക്തിയിലേക്ക് ഉയർന്നവളായിരുന്നു ആര്? മീരാഭായി. സ്വധർമ്മം അനുഷ്ഠിച്ചുവോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങളാരും ഇറങ്ങിപ്പോരുതേ. ഞാൻ ആ സ്വധർമ്മം എന്നുള്ള